ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ സേനാപതി വേണു പറഞ്ഞത് മോഹൻ ഭഗവതിന് എന്താണ് അവിടെ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം കലർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന കോൺഗ്രസിന്റെ നിലപാട് സാധൂകരിക്കുന്നതാണല്ലോ ഇന്ന് കണ്ട ദൃശ്യങ്ങളെന്ന് സേനാപതി വേണുവിനുള്ള മറുപടി. ഷാബു, മഞ്ജുഷേ, ഒരു പ്രോഗ്രാം ഒരിടത്ത് സംഘടിപ്പിക്കുന്നു. അതിന്റെ സംഘാടകരാണ് തീരുമാനിക്കുന്നത് ആര് പങ്കെടുക്കണം, ആരെവിടെ നിൽക്കണം, ഓരോരുത്തരുടെ സ്ഥാനം എവിടെയാണ് എന്ന്. സുപ്രീം കോടതി നിയോഗിച്ച പ്രകാരമുള്ള രൂപീകരിച്ച ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റാണ് തീരുമാനിച്ചത് അവിടെ ആരൊക്കെ ഉണ്ടാവണം, ഓരോരുത്തരുടെ റോൾ എങ്ങനെയാണ് എന്ന്. സമയക്രമങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ സംഘാടക സമിതിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് ഈ നാട്ടിലെ ചോട്ടാ ക്ലബിന്റെ നോട്ടീസിന്റെ അടിയിൽ പോലും കാണും. അങ്ങനെ ഒരു സംഘാടക സമിതിയാണ് തീരുമാനിച്ചത് അവിടെ ആരുണ്ടാകണം എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇനി വേറൊരു കാര്യം പറഞ്ഞു, സേനാപതി വേണു എന്തിനാണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ അസൂയ കൊണ്ട് പൊളയുന്നത് എന്തിനാണ്? ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് 83 മുതൽ ഇതിപ്പോ 2023 4 പതിറ്റാണ്ടായി ഈ രാമജന്മഭൂമി വിഷയത്തെ ഏറ്റെടുത്ത് അത് ഇത്രയും വലിയ ഒരു മഹാവിജയത്തിലേക്ക് എത്തിച്ച ആ ഒരു വലിയ സംഘപരിവാറിന്റെ പരമോന്നത നേതാവ്, അവർക്ക് വളരെ വലിയൊരു റോൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന്. ഈ ഒരു വിജയത്തിൽ വളരെ വലിയ റോൾ അവർക്ക് ആ സംഘടനയ്ക്കുണ്ട്, ആ സംഘടനയുടെ പരമോന്നത നേതാവിനുണ്ട്. അങ്ങനെ ഒരു ആളിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകണം എന്ന് ഈ സംഘാടക സമിതി ആഗ്രഹിക്കുന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് എന്താ ഇത്ര അത്ഭുതമുള്ളത്? പിന്നെ മറ്റൊന്ന്, സേനാപതി വേണുവിനോട് ഒരു കാര്യം കൂടി പറയുകയാണ്. മറ്റൊരില്ല, അത് ഒന്ന് ചരിത്രത്തിന്റെ പുറകിലേക്ക് പോകണം. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഇവിടെ മുഹമ്മദ് ഗോറി 17 തവണ തകർത്ത് അവിടെ ഒരു മേക്ക് ഷിഫ്റ്റ്, ഒരു സെമി മോസ്ക് വരെ ആക്കിയ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന, ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ 1951 ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴേക്ക് പട്ടേല് അന്തരിച്ചിരുന്നു. അന്ന് ദീക്ഷയെടുത്ത് ഗർഭഗൃഹത്തിനകത്ത് കയറി പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് സേനാപതി വേണുവിന് അറിയുമോ? ഭാരതത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതി സാക്ഷാൽ രാജേന്ദ്ര പ്രസാദാണ് ദീക്ഷയെടുത്ത് വ്രതമെടുത്ത് അന്ന് ഇവിടെ സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെയും ഒരു ചരിത്രം ഇവിടെ ഉണ്ട് സേനാപതി വേണു. അതിൻ്റെ അകത്ത് യാതൊരു അനൗചിത്യവുമില്ല. പിന്നെ സംഘാടക സമിതി തീരുമാനിക്കട്ടെ, സംഘാടക സമിതി തീരുമാനിച്ചേ. പിന്നെ ടി ജി ഇവിടെ പറഞ്ഞല്ലോ, ഈ 49 ഈ വിഷയം നടക്കുന്നത്. അത് കഴിഞ്ഞ് 1983 ധർമ്മസംസദിൽ വെച്ചിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് ഇത് ഏറ്റെടുക്കുന്നത്, സംഘപരിവാർ ഈ വിഷയം ഏറ്റെടുക്കുന്നത്. നീണ്ട 40 വർഷത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് അത്രയും കാലം ഈ രാമലല്ലേ നിങ്ങൾ ജയിലിലിട്ടിരിക്കുകയല്ലായിരുന്നോ? അതുപോലെ ടി ജി പറഞ്ഞതിനോട് ഒരു അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കോൺഗ്രസ്സുകാർ എന്നും മതത്തിനെ ഏതെല്ലാം രീതിയിൽ അവരുടെ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, 1989 പാർലമെന്റ് ഇലക്ഷൻ പ്രചാരണം രാജീവ് ഗാന്ധി ആരംഭിച്ചത് ഈ അയോധ്യയിൽ നിന്നാണ്. കാര്യം അയോധ്യ ഒരു വികാരമായി വളർന്നു കഴിഞ്ഞു. അതിനെ മുതലെടുക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി എന്ന ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത് അയോധ്യയിൽ നിന്നാണ്. ഇന്ദിരാഗാന്ധി ഈ കേരളത്തിൽ പാലക്കാട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ ആ കൈപ്പത്തി പ്രതിഷ്ഠ കണ്ടപ്പോഴാണ്, അന്ന് മുതലാണ് പശുവും കിടാവും ചിഹ്നമായിരുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയായി മാറിയത്. ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ മുഴുവനും നടന്നു, ഒരിടത്തും കയറിയില്ല. അതേസമയം ഇയാൾ നടന്ന് മധ്യപ്രദേശിലും അവിടെയൊക്കെ എത്തിയ സമയത്ത് തൊപ്പിയും വെച്ച് താറും എടുത്ത് ഓരോ മഠങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടില്ലേ? എന്നും ഈ രീതിയിലുള്ള നാണംകെട്ട പരിപാടിക്ക് ഇവരെ കഴിഞ്ഞിട്ടേയുള്ളൂ. ഇപ്പം ഇവിടെ VM സുധീരൻ ഇവിടെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് എടുത്തത്. ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ പണിഞ്ഞ ക്ഷേത്രത്തിൽ രാമനില്ല,
അവിടെയുള്ളത് രാമനല്ല, അത് അങ്ങനെയുള്ള ആ ഒരു നിലപാട്. അപ്പം അതിനോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു നിലപാടാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണത്. അതുപോലെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു നിലപാടെടുക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് ഈ പറഞ്ഞതുപോലെ നിലപാടില്ലാത്തത് കൊണ്ടാണ്. ഇവർ തന്നെ ഒരു ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അത്രമാത്രം വലിയൊരു കൺഫ്യൂഷനിലേക്ക് ഇവർ വീണിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്.